ദിനമോരോ കിനാവാകെ തേടി നിൻമുഖം രാമുല്ലമെല്ലെ വാർനിലവിൻ കാതില ഓതും സ്വകാര്യം വെൺപകലിൻ പൂക്കള മലർക്കാലമേ നീ വേറേതോ ശാഖകൾ മറന്നോടി വന്നു ഈ വേനൽ ചില്ലയിൽ ഇടനെഞ്ചാകെ തോവുന്നു ഈറൻ തോമണം. പേരറിയാതേതോ മോഹം തലോടി വരുന്നു നിലാവ് പോലകമേ കാണുവതിലെല്ലാം എല്ലാം അപൂർവമാമഴകായി ഈണത്തിനുള്ളിൽ വാക്കെന്ന പോലെ ജീവന്റെ പാട്ടിൽ അലിഞ്ഞു നിറഞ്ഞു നീ. ഓരോ നോക്കിനിടിവാർ മിന്നൽ തൊടുന്നെന്നെ വല്ലാതെ പിടഞ്ഞൊന്നു പൊള്ളുന്നേ അറിഞ്ഞീലെ നീ. തുള്ളി പോലെ നീ പൊഴിയും വാക്കിലോ ഞാൻ കണ്ടു ലോകം കണ്ണിറയെ കൗതുകം. ആദി 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 അപേക്ഷിച്ചു പോവോ? അവകാശവാദം ഉന്നയിക്കാൻ ഒരർഹതയില്ലാത്തവളാ ഞാൻ. എന്നാലും മോഹിച്ചുപോയി. അവസാന കച്ചെത്തുമ്പോ താൻ എനിക്ക് വെച്ചു നീട്ടിയ ജീവിതം അതും ദത്തേട്ടാ എന്തേ ആലോചിച്ചു കൂട്ടുന്നേ? ഒന്നുമില്ല. എന്നോട് വിളിക്കണ്ട. ലച്ചുവിനോട് സംസാരിച്ചതിന് ശേഷം ദത്തൻ നീ മാറ്റമൊക്കെ ഉണ്ടായേ. അവളെന്താ പറഞ്ഞത്? കല്യാണക്കാര്യത്തിൽ എന്തെങ്കിലും അനുകൂലമായിട്ട്? അവളൊന്നും വിട്ടു പറഞ്ഞില്ല. ചോദിക്കുന്നതിന് എനിക്കൊരു പരിധി ഉണ്ടല്ലോ ആമി. എന്ത് പരിധി? ദത്തേട്ട അവളുടെ ഏട്ട മാത്രമല്ല, അച്ഛന്റെ സ്ഥാനോ. അവളും അങ്ങനെ തന്നെയല്ലേ കരുതുന്നേ. പിന്നെ എന്താ ചോദിച്ചാ? ഈ വരുന്ന തുലാത്തിൽ അവൾക്ക് എത്ര വയസ്സാവുമെന്നറിയോ? നല്ല പ്രായത്തിലെ ജീവിതത്തിൽ തീരുമാനം എടുക്കാൻ കഴിയാതെ പോയാ പിന്നെ അതോർത്ത് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. വിവാഹം എല്ലാത്തിന്റെ അവസാനമല്ലെന്ന് അവള് പറയുന്നത്. പിന്നെ അവളുടെ ഉദ്ദേശം എന്താണെന്ന് ദത്തേട്ടൻ ചോദിച്ചില്ലേ? അങ്ങനെ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അവളുടെ ഇന്നലകളെ ഞാൻ അറിയണം.
അവളുടെ ഫ്രണ്ട് ശ്രുതിയിലൂടെ ഞാൻ അതിനൊരു ശ്രമം നടത്തിയെങ്കിലും അവൾക്കും ലച്ചുവിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല. പഴയതുപോലെ ലച്ചു ഇപ്പം അവൾക്കും പിടികൊടുക്കാറില്ല അത്രേ. ഫോണിലൂടെ സംസാരിച്ച പോലും 1-2 മിനിറ്റ്. പക്ഷേ ഒരു കാര്യം ശ്രുതിക്ക് ഉറപ്പുണ്ട്, ലച്ചു എല്ലാവരിൽ നിന്നും എന്തൊക്കെ മറയ്ക്കുന്നുണ്ട്. എന്ത് മറയ്ക്കാൻ? അതറിയില്ല. പക്ഷേ 3-4 വർഷം മുമ്പ് ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പോയ ലച്ചു അല്ല ഈ ലച്ചു. എന്തോ എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല. നീ അവളെ കാണാൻ തുടങ്ങിയിട്ട് 7 വർഷമല്ലേ ആയുള്ളൂ. ജനിച്ച ദിവസം മുതൽ അവളുടെ ഓരോ തുടുപ്പുകളും അടുത്തുനിന്ന് അറിഞ്ഞ ആളാ ഞാൻ. മാറിയിട്ടുണ്ട് ലച്ചു, വല്ലാതെ മാറിയിട്ടുണ്ട്. അവളീ കാണിക്കുന്ന കളിയും ചിരിയും ബഹളമൊക്കെ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള പ്രകടനം. ആരും അറിയാതെ അവളുടെ നെഞ്ചിലൊരു കനലെരിയുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കാതെ എനിക്ക് മനസ്സമാനത്തോടെ ഉറങ്ങാൻ പറ്റും തോന്നില്ല. ദത്തേട്ടൻ വിഷമിക്കാതെ, ഞാനില്ലേ കൂടെ. അവൾ എന്റെയും കൂടെ പിറപ്പല്ലേ. അവളുടെ ജീവിതം ഒരു നല്ല വഴിയിൽ എത്തിക്കേണ്ടത് നമ്മുടെ രണ്ടുപേരുടെ ഉത്തരവാദിത്വമല്ലേ. നീ എന്താ ചെയ്യുമോ? തഞ്ചത്തില് ഞാൻ അവളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്കതായിക്കൂടെ? വേണ്ട, തൽക്കാലം അവളോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. ചിലപ്പോൾ ആ ഒരൊറ്റ കാരണം മതി അവൾ പഴയതുപോലെ ആരോടും പറയാതെ ഇവിടെ വിട്ട് പോവാൻ. ഇനിയൊരിക്കലും അവൾ പോയാൽ പിന്നെ ഒരു മടങ്ങിവരവ് ഉണ്ടാവില്ല. എനിക്കറിയാം അവളെ. ഇപ്പൊ കൺമുന്നി ഉണ്ടെന്നെങ്കിലും ഒരു ആശ്വാസം ഉണ്ടല്ലോ. ദത്തേട്ടന്റെ പ്രയാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അവളോടൊന്നും ചോദിക്കുന്നില്ല. പക്ഷേ ചോദിക്കാതെയും കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ. അവളറിയാതെ ഞാൻ ഇനി മുതൽ അവളെ ശ്രദ്ധിച്ചോളാം. അവൾക്ക് ചില ഫോൺ കോളുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവൾ മാറി നിന്ന് സംസാരിക്കുന്നതും ചില നേരത്ത് ദേഷ്യപ്പെടുന്നതും കരയുന്നതും ഒക്കെ കണ്ടു. പിന്നെ നീ എന്താ ഇതുവരെ എന്നോടത് പറയാതെ? ഞാനതൊന്നും അത്ര കാര്യമാക്കിയില്ല. പിന്നെ ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ ദത്തേട്ടൻ എവിടെയാ നേരം? ഇനി അതും പറഞ്ഞ് നമ്മൾ തമ്മിലൊരു വഴക്ക് വേണ്ട. ഒന്നാമത് മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഇനി നീയായിട്ടത് കൂട്ടാൻ നിൽക്കണ്ട. ലൈറ്റ് അടിച്ച് കിടക്കാൻ നോക്കാം. ദത്തേട്ടാ. എന്താ എന്താ അമ്മി? ഐ എം സോറി ദത്തേട്ടാ. എന്തിന്? വെറുതെ ഞാൻ ഓരോ വാശികൾ കാണിച്ച് ദത്തേട്ടനെ എപ്പോഴും ഇങ്ങനെ ശല്യം ചെയ്യുന്നതിന്. നീ എനിക്കൊരു ശല്യമാണെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദത്തേട്ടൻ എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് അങ്ങനെ പറയില്ല എന്ന് എനിക്കറിയാം. എന്നാലും എനിക്കറിയാലോ ഞാൻ ദത്തേട്ടനെ എന്തുമാത്രം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന്. അതൊന്നും സാരമില്ല. നീ അല്ലാതെ ഈ ഭൂമിയിൽ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേറെ ആരാ ഉള്ളത്? നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത്.